ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ് കൺമണിയെ കാണാതെ ആകെ വിഷമിച്ച് പരിഭ്രമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കൺമണി ഇതെവിടെ പോയി, എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇവൾ എവിടേക്കാണ് ഈ പോകുന്നത്? എന്തൊക്കെയോ ടെൻഷനും പരാതിയും പരിഭവമൊക്കെ ഉള്ള പോലെയാണ് അവളുടെ പെരുമാറ്റം. എന്നോടൊരു അകൽച്ച, എന്തൊക്കെയോ പറയാനായിട്ട് അവൾ വരുന്നുണ്ട്. പക്ഷെ അവളെ എന്തോ തടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ കൃഷി ഇങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുന്നുണ്ട്. കൺമണിക്ക് ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മാനസയെ വിളിച്ച് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, എടി നീ അവനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടണ്ട, നീ അവനെ മാക്സിമം സ്നേഹിച്ച് കൂടെ നിർത്തിക്കോ. കാരണം അവൻ ഇത്തിരി ഒന്ന് അയഞ്ഞ് വന്നിട്ടുണ്ട്, അതിൽ പിടിച്ച് നീ കയറിക്കോളണം. നീ അവനെ പോയിട്ട് അവൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുക. കുറച്ചൊക്കെ അങ്ങനെയുണ്ടെങ്കിൽ നിന്നോടുള്ള ഒരു അകൽച്ച ഒന്നുകൂടെ കുറഞ്ഞ് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ മാനസ കൃഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൃഷാണെന്നുണ്ടെങ്കിൽ കൺമണി മിണ്ടാത്തത് കൊണ്ടും എവിടേക്ക് പോയി എന്നറിയാതെ ആകെ ഒരു ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയത്ത് മാനസ കയറിപ്പോകുന്ന ടൈമിൽ മാനസയെയും അന്വയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മാനസ, എനിക്ക് കുറച്ച് വയ്യ, തലവേദന പോലെയൊക്കെ ഉണ്ട്, ഞാൻ ഒന്ന് റെസ്റ്റ് ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് മാനസയെ നെയ്സിൽ ഒഴിവാക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പിന്നീട് കാണിക്കുന്നത്, ഈ സമയത്ത് തന്നെ കൺമണി പെട്ടെന്ന് ദേവജിയുടെ അടുത്ത് നിന്നും അങ്ങനെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കൃഷി പെട്ടെന്ന് തന്നെ കൺമണിയുടെ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. കൺമണി, നീ ഇതെവിടെ പോയതാണ്, എവിടേക്ക് പോകണമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണണം, ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ കൺമണി കൃഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിനക്ക് എന്താ പറ്റി കൺമണി എന്നൊക്കെ ചോദിക്കും. എനിക്കൊന്നും പറ്റിയില്ല സാർ, എന്നാൽ എനിക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് ഞാൻ ഇനി എവിടെ പോകണമെങ്കിലും സാറിനോട് പറഞ്ഞിട്ടേ പോവുള്ളൂ, ഇത്തവണ എന്നോടൊന്ന് ക്ഷമിക്കും സാർ എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുന്നുണ്ട് കൃഷ്ണനോട്. അങ്ങനെ കൃഷ്ണൻ അത് കേട്ടിട്ട് സമാധാനമാവുന്നുണ്ട്. ശരി, ഞാൻ ദേഷ്യപ്പെട്ടത്, എനിക്ക് നിൻ്റെ ഒരു രീതിയിലും എനിക്ക് പിരിയാൻ കഴിയില്ല കൺമണി, നീ ഇങ്ങനെ അകൽച്ച കാണിക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വേദനയാവുന്നുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെ കാണിക്കുന്നുണ്ട്. വരുണിൻ്റെ അടുത്തേക്ക് അനിരുദ്ധ് വന്ന് പറയുന്നുണ്ട്, എന്തായാലും ആ വീട് ആ കരിമ്പായ്ക്ക് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്, അയാൾ ചില്ലറക്കാരനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പട്ടി കൊടുക്കും അയാൾക്ക് എൻ്റെ വീട്, പോയി പണി നോക്കാൻ പറയും എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് കരിമ്പായി അവിടേക്ക് കയറി ചെല്ലുന്നത്. എന്തായാലും വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരു ദിവസം വന്ന പോലെയായി. അനിരുദ്ധിനെയും വരുണിനെയും ഇവിടെ തന്നെ വെച്ച് കാണാൻ പറ്റി. എന്തായാലും ആ വീട് എനിക്ക് തന്നേക്ക്, ഞാനത് ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കരിമ്പായി. കൂടാതെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അനിരുദ്ധിന് ദേഷ്യം വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ്. ഗുണ്ടായിസോണ് പ്ലാനെങ്കിൽ അതിവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇരിയടാ അവിടെ, നിന്നെയൊക്കെ വരച്ച വരി നിർത്താൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വരുണിനെയും അനിരുദ്ധിനെയും ഭീഷണിപ്പെടുത്തി. ആ വീട് എന്തായാലും എനിക്ക് കിട്ടിയിരിക്കണം, എനിക്ക് എഴുതി തന്നോളണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോവുകയാണ് കേട്ടോ. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഭാഗ്യശ്രീ നമ്മുടെ സുമിത്രയോട് നല്ലോണം തന്നെ തട്ടിക്കറിയും ധിക്കരിച്ചും സംസാരിക്കുന്നുണ്ട്. കാരണം സാഗറിനെതിരെയും സുജാതയ്ക്കെതിരെയും ബലരാമനെ തിരിച്ചത്, അത് നിങ്ങൾക്ക് ഇനി പണിയും പാരയായിട്ട് വരാനായിട്ടാണ് പോകുന്നത്, ഇനി നിങ്ങളുടെ നാശം തുടങ്ങുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ സഹദേവൻ ഒരുപാട് പരിഗണന കാണിച്ച് നമ്മുടെ ബലരാമനോട് ഒരുപാട് ഇൻറ്റിമസി കാണിക്കുന്നതുകൊണ്ട് തന്നെ ബലരാമനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. കാരണം എന്തൊക്കെയോ ഇവർ എന്നെ മുതലെടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സഹദേവനെ നല്ലോണം തന്നെ ജയിലിൽ വെച്ച് തല്ലി ചതയ്ക്കുകയാണ് കേട്ടോ ബലരാമൻ ദേഷ്യം വന്നിട്ട്. നിൻ്റെയൊക്കെ ഒരു പരിഗണന, എനിക്ക് ഈ പരിഗണന ഒന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി എനിക്ക് എൻ്റെ ശത്രുക്കളെ എനിക്ക് ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലൊരു വാശിയിൽ തന്നെയാണ് കേട്ടോ ബലരാമൻ. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഭാഗ്യശ്രീ പറയുന്നത് കേട്ട് ഇനി തനിക്കെതിരെ ബലരാമൻ തിരിയോ എന്നൊക്കെയുള്ള ആശങ്കയിൽ സുമിത്ര ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ.